إلى حضرة شيخنا ومربينا وقدوتنا شيخ محمد بن الشيخ محمد القادري الجشتي جاديري قدس الله روحه ونوره ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين يا رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സാദിഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സാദിഖായ മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാദിരിയ ത്വരീഖത്തിന്റെ കാമിലായ ദിക്റിന്റെ വഴിയിലായി നമ്മളെ ശൈഖ് തങ്ങളുപ്പാപ്പാന്റെ കദമിലായി എന്നെന്നും നിലയുറച്ച് നിൽക്കുന്ന മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ അൻവാറുൽ ഖുദ്സിയയിലെ ഏതാനും വരികളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സ്വാദിഖായ മുരീദ്, സത്യസന്ധനായ മുരീദിന്റെ ഷർത്തിനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അക്കൂട്ടത്തില് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഹാനവറുകൾ പറഞ്ഞത്, കുല്ലു മുരീദിൻ അത്ലഖ ലിസാനഹു ഫി അഹദിൻ മിൻ അഹ്ലില്ലാഹ്. ഏതൊരു മുരീദായാലും അല്ലാഹുവിൻ്റെ ആളുകളായിട്ടുള്ള മശായിഖന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരു ശൈഖിനെ തൻ്റെ നാവഴിച്ചു വിട്ടുകൊണ്ട് അവർക്കെതിരെ വല്ലതും വിമർശനം നടത്തിക്കഴിഞ്ഞാൽ ഇബ്തലാഹുല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു അവനെ പരീക്ഷിക്കുന്നത് അല്ലാഹുവിൻ്റെ അഹ്ലുകാരായ മശായിഖന്മാർ, ആ മശായിഖന്മാരോട് വാക്കുകളെ കൊണ്ട് പോലും അവർക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നൽകുന്ന പരീക്ഷണത്തിലൂടെ അല്ലാഹു നൽകുന്ന കടുത്ത ശിക്ഷ ബിഇൻഇഖാദി ലിസാനിഹി അനിൻ നുത്ഖി ബിശ്ശഹാദതൈനി ഇൻദൽ മൗതി. മരണനേരത്ത് ഷഹാദത്ത് കലിമ ഉച്ചരിക്കാൻ കഴിയാതെ നാവിന് കെട്ടുവീഴുന്ന പരീക്ഷണമായിരിക്കും പരീക്ഷിക്കപ്പെടുക. മഹാന്മാരായ മശായിഖന്മാർ, അവരോടുള്ള ഹുസ്നുൽ ദന്ന്, അവരെക്കുറിച്ചിട്ടുള്ള സൽഭാവന, അവരെക്കുറിച്ചിട്ടുള്ള നല്ല ചിന്തകള്, ആ ചിന്തകള് നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ദീനിലും ഉപകരിക്കുന്ന വിഷയമാണ്. അവർക്കെതിരെയുള്ള ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും
അത് എല്ലാ നിലക്കും ഇരുലോകത്തും ദീനിൻ്റെ വിഷയത്തിലും നമ്മളെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് വിശുദ്ധമായ മുഹയ്യിദ്ദീൻ മാലയിലൂടെ ഒരുപാട് വരികളിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നൽനിനവ് എന്നെ ഒരുത്തർ നിനച്ചെങ്കിൽ നായൻ അദാബിനെ നെയ്താക്കുമെന്നോവർ. മഹാന്മാരെക്കുറിച്ച്, വിശേഷിച്ച് ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പാനെ കുറിച്ച് നല്ല ചിന്ത വെച്ചു കഴിഞ്ഞാൽ അതുമൂലം അവൻ്റെ വിധിക്കപ്പെട്ട ശിക്ഷകൾ പോലും ലഘൂകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എൻ്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അവരെ കൊല്ലുന്ന നെഞ്ഞ് ഞാൻ എന്നോവർ. അവരുടെ ദീനെയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ. വളരെയേറെ കടുത്ത വാക്കുകളാണ്, നമ്മളെയൊക്കെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട മഹാന്മാരോട് സഹവസിക്കുമ്പോഴും അവരുമായി സുഹബത്തിലായി ജീവിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാവരും അഹ്ലുള്ളയായിട്ടുള്ള മശായിഖന്മാർ അവരുടെ വചനത്തെ, അവരുടെ വാക്ക്, വിശുദ്ധമായ വാക്ക് അത് കളവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമൂലം അവന് വിഷം അവനിൽ ഏറ്റതുപോലെയുള്ള തിരിച്ചടിയായിരിക്കും അവനുണ്ടായിക്കൊണ്ടിരിക്കുക. അവൻ്റെ ദീനും പോകും, ദുനിയാവും പോകും, ആഖിറം തന്നെയും പോകുന്ന ഒരു വിഷയമായിട്ട് ഒരു മഹാന്റെ, പ്രത്യേകിച്ച് ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പാന്റെ വചനത്തെ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കളവാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതുമൂലം അത്രക്കും ഭയാനകമായ ശിക്ഷയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ശിക്ഷയായിരിക്കും അന്ത്യനിമിഷം കലിമത്ത് തൗഹീദില്ലാതെ ഈ ലോകത്ത് നിന്ന് പോവേണ്ട ഒരവസ്ഥ. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാന്മാരെ നല്ല ചിന്തയിലും നല്ല ആലോചനയിലും നല്ല ഹുറുമത്തിലും അദബിലും കാത്തു സൂക്ഷിച്ച മുരീദന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വകാന യഖൂലു, മഹാനവറുകൾ പറയുന്ന വേറെ വചനം, ഫസ്ലതാനി ഇദാ കാനതാ ഫീ മുരീദിൻ ഹറുമൽ വുസൂലു സൂഉത് തുഅമതി വ ഈദാഉൽ ഖൽഖി. ഒരുപാട് വിഷയങ്ങൾ ആ കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യത്തിലേക്ക് ചെന്നു ചേരാൻ സാധിക്കാതെ തടസ്സമായി തീരുന്ന രണ്ട് കാര്യങ്ങൾ: മോശമായ ഭക്ഷണവും സൃഷ്ടികളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുക എന്നുള്ളത്. വകാന ശൈഖ് നജ്മുദ്ദീനുൽ ബക്രി റളിയല്ലാഹു അൻഹു യഖൂലു, മഹാനവറുകൾ പറഞ്ഞത്, മിൻ ശഅനിൽ മുരീദി, ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം, അയ്യകൂന സാദുഹു, അവൻ്റെ ഭക്ഷണം, അത്തഖ്വ, തഖ്വയായിരിക്കണം, വബിളാഅതുഹു, അവൻ കൊണ്ടു നടക്കുന്ന അവൻ്റെ ചരക്ക്, അൽ ഇഫ്ലാസു, ഇല്ലായ്മയായിരിക്കണം, വസഫറുഹു, അവൻ്റെ യാത്ര, ഇലൽ ആഖിറത്തി, ആഖിറത്തിലേക്കായി മാറണം. എല്ലാ സമയവും ആഖിറത്തിലേക്കുള്ള സഞ്ചാരമാണെന്ന ബോധത്തിൽ നിലനിൽക്കണം.
വമറാഹിലുഹു, ഈ യാത്രയിലെ ഓരോ സ്റ്റോപ്പുകള്, മർഹലകള്, അൽ അംഫാസു, ശ്വാസങ്ങളാകുന്നു. ആ ശ്വാസത്തിലൂടെ, അതിൻ്റെ ദിക്റിലൂടെ ആഖിറത്തിലേക്കുള്ള സഞ്ചാരം അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. വമനാസിലുഹു, അവൻ ഇറങ്ങുന്ന സ്ഥലം അൽ ഖബ്റു, ഖബറാകുന്നു. വസ്വാഹിബുഹു, അവൻ്റെ കൂടപ്പിറപ്പായിട്ടുണ്ടാവേണ്ടത് അൽ യഖീൻ, യഖീനായിരിക്കണം. വതദ്ബീറുഹു, അവനെ നിയന്ത്രിക്കുന്നത് അൽ അജ്സു, എല്ലാം റബ്ബിൽ നിന്നാണ്, തനിക്കൊന്നും കഴിയാത്തവനാണ് എന്ന ഒരു ബോധം. വഹറകാതുഹു, അവൻ്റെ ചലനങ്ങൾ അസ്സുക്കൂനു, അടക്കമായിരിക്കണം. വബൈതുഹു, അവൻ്റെ വീട് അൽ ഖൽവത്തു, ഏകാന്തതയായിരിക്കണം. വലിബാസുഹു, അവൻ്റെ വസ്ത്രം അൽ ഫഖ്റു, ദാരിദ്ര്യമായിരിക്കണം. വനൗമുഹു മുഹാസബത്തുൽ ഉംരി, അവൻ്റെ ഉറക്കം ആയുസ്സിൻ്റെ കണക്കെടുപ്പായി മാറണം. വമസ്ജിദുഹു, അവൻ്റെ മസ്ജിദ്, പള്ളി, മജ്ലിസുഹു, അവൻ്റെ മജ്ലിസാണ്, ദിക്ർ ചെയ്യുന്ന ഇടമാണ്. ഇൻദറസ, അവൻ പഠിക്കുകയാണെങ്കിൽ, ഫഉലൂമുൽ ഹിക്മത്തി, ഹിക്മത്തിൻ്റെ ജ്ഞാനങ്ങളാണ്. വഇന്നളറ, അവൻ നോക്കുകയാണെങ്കിൽ, ഫനദറുൽ ഇബ്രത്തി, പാഠം ഉൾക്കൊള്ളുന്ന നോട്ടമാണ്. റഫീഖുഹു, അവൻ്റെ കൂടപ്പിറപ്പായിട്ടുണ്ടാകുന്നത് അത്തൗഫീഖ്, തൗഫീഖാണ്. വസുംതുഹു, അവൻ്റെ രീതി ഹുസ്നുൽ ഖുൽഖി, സൽസ്വഭാവമാണ്. വമഅലമുഹു, അവൻ്റെ അടയാളം അൽ ഖനാഅത്തു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടലാണ്. വസൗമുഹു, അവൻ്റെ നോമ്പ് അസ്സുംതു, മൗനമാകുന്നു. വഹിമ്മത്തുഹു, അവൻ്റെ മനക്കരുത്ത് ഖൗഫുന്നാർ, നരകത്തെ കുറിച്ചിട്ടുള്ള, നാറിനെ കുറിച്ചിട്ടുള്ള പേടിയാണ്. വഫറഹുഹു ബില്ലാഹ് ലാ ബിൽ ജന്നത്തി, അവൻ്റെ സന്തോഷം അല്ലാഹുവിലാകുന്നു, സ്വർഗത്തിലല്ല. വസിഹ്ഹതുഹു അൽ യഅ്സു മിനൽ ഖൽഖി, അവൻ്റെ ആരോഗ്യം സൃഷ്ടികളിൽ നിന്ന് നിരാശപ്പെടലാണ്. കമാ അന്ന മറദഹു അത്വമഉ ഫീഹിം, അവൻ്റെ രോഗം സൃഷ്ടികളിൽ ആഗ്രഹിക്കുകയാണ്. വവാഇലുഹു, അവനെ നിരന്തരമായി ഉപദേശിച്ചു കൊണ്ടിരിക്കുക, അവൻ്റെ വായിലായിട്ട് അവൻ്റെ കൂടെയുണ്ടാവുന്നത് അൽ മൗത്തു, മരണമായിരിക്കും. വൽ മഖാബിറു, മഖ്ബറകളും അവനെ ഉപദേശിച്ചു കൊണ്ടിരിക്കും. വൽ അയ്യാമു, ഓരോ പകലുകളും
വല്ലയാലി ഓരോ രാത്രികളും കടന്നു പോകുമ്പോൾ, ഓരോ പകലുകളും കടന്നു പോകുമ്പോൾ, ഓരോ മരണവും അവൻ്റെ മുന്നിലൂടെ നടക്കുമ്പോൾ, മക്ബറകൾ കാണുമ്പോൾ, ഇതൊക്കെ അവനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു, വായിലാകുന്നു. വമത്റബുഹു, അവൻ ആനന്ദിക്കുന്നത് അൽ ഹുസ്നു അലാ തഫരീതിഹി ഫീ ഔഖാതി ഉംരിഹി ഫീ ഗൈരി മർളാത്തില്ലാഹ്. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലല്ലാതെ തൻ്റെ ആയുസ്സിൽ താൻ കഴിച്ചുകൂട്ടിയ വേണ്ടാത്തരങ്ങൾ, ആ വേണ്ടാത്തരങ്ങളെ കുറിച്ചിട്ടുള്ള ദുഃഖം, ആ ദുഃഖത്തിലായി അവൻ ആനന്ദിച്ചങ്ങനെ കഴിഞ്ഞു പോകുന്നു. വനിയതുഹുൽ ജാസിമ, അവൻ്റെ ഫലമായിട്ടുള്ള നിയ്യത്ത് റഫ്ലുദ്ദുനിയാ അബദൻ മാഷ്, ജീവിക്കുന്ന കാലത്തോളം ദുനിയാവിനെ ഒഴിവാക്കണം എന്ന ചിന്ത, എന്ന നിയ്യത്ത്. വസിലാഹുഹു അൽ വുളു, വുളു ആണ്. വമർകബുഹുൽ വറഉ, അവൻ്റെ വാഹനം അത് സൂക്ഷ്മതയാകുന്നു. വഹസ്മുഹു, അവൻ്റെ ശത്രു ആയിട്ടുള്ളത്, ശത്രുപക്ഷത്തുള്ളത്, എപ്പോഴും അവൻ ശത്രുവിനെ പോലെ കണ്ടു പെരുമാറുന്നത് അന്നഫ്സു വശൈത്താൻ, പിശാചും സ്വന്തം ശരീരവുമാകുന്നു. വസിജ്നുഹു അദ്ദുനിയാ, അവൻ്റെ ജയിൽ ദുനിയാവാകുന്നു. ലൈലുഹു തളർറുൻ, രാത്രി മുഴുവനും വളരെ വിനയത്തോടെ അല്ലാഹുവിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള രാത്രികളായിരിക്കും. വനഹാറുഹു ഇസ്തിഗ്ഫാറുൻ, പകൽ സമയം മുഴുവനും പാപമോചനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ഒരു പകലുകളായിരിക്കും. വഹിസ്നുഹു, അവൻ്റെ കോട്ട, അവനെ കാവൽ നിർത്തിയ കോട്ട ദീനുഹു, അവൻ്റെ ദീനായിരിക്കും. വശിആറുഹു ശറഉഹു, അവൻ്റെ അടയാളങ്ങൾ ശറആയിരിക്കും. അവൻ സംസാരിക്കുന്നത് കിതാബു റബ്ബായിരിക്കും, റബ്ബിൻ്റെ കിതാബായിരിക്കും. വറഅസു മാലിഹി, അവൻ്റെ മൂലസമ്പത്ത് ഹുസ്നുൽ ളന്നി ബിറബ്ബിഹി, റബ്ബിനെ കുറിച്ചിട്ടുള്ള നല്ല വിചാരമായിരിക്കും. വഹിർഫത്തുഹു, അവൻ്റെ തൊഴിൽ കസ്റത്തു സ്വലാത്തി അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ ഹദാഹുല്ലാഹു ബിഹി, അല്ലാഹു അവന് ഹിദായത്ത് കൊടുക്കാൻ കാരണക്കാരനായ റസൂലിൻ്റെ മേൽ നിരന്തരമായ സ്വലാത്തിനെ തൊഴിലാക്കിയവനായിരിക്കും. ഫഹുവ ശൈഖുൽ ഹഖീഖിയ്യു ലഹു വലിജമീഇൽ ഉമ്മത്തി, ഉമ്മത്തിന് മുഴുക്കയും അവനും യഥാർത്ഥ ശൈഖ് മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയാണ്. മിൻ ശർത്തിൽ മുരീദി സ്വാദിഖി, സത്യസന്ധനായ മുരീദിൻ്റെ ഷർത്ത്, മറ്റൊരു ഷർത്തും കൂടി പറയുകയാണ്. അയ്യകൂന ഖൗഫുഹു മിൻ റദ്ദി അമലിഹി സ്വാലിഹി ഇൻദഹു അക്സറ മിൻ ഖൗഫിഹി മിൻ മആസിഹി ളാഹിറ,
പ്രത്യക്ഷമായ തെറ്റുകളെ പേടിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് സത്യസന്ധനായ മുരീദാണെങ്കിൽ ആ മുരീദ് ആലോചിക്കുന്നത്, പേടിക്കുന്നത് അവൻ ചെയ്ത സ്വാലിഹായ അമല് അത് തള്ളപ്പെട്ടു പോകുമോ എന്ന വേവലാതി. ആ വേവലാതിയായിരിക്കും അധിക നേരവും അവനുണ്ടായിരിക്കുക. വമിൻ ശഅനിഹി, അതേപോലെ ഒരു സത്യസന്ധനായ മുരീദായി കഴിഞ്ഞാൽ അയ്യകൂന അമ്മാലം ബിറൂഹിഹി ഔ ജസദിഹി അലദ്ദവാം ലാ യഫ്തുറു അൻ ദാലിക. ഒന്നുകിൽ റൂഹിന്റെ അമലിലായിരിക്കണം, അല്ലെങ്കിൽ ജസദിന്റെ അമലിലായിരിക്കണം. റൂഹിന്റെ അമലുണ്ടാവണമെങ്കിൽ റൂഹിയായ ദിക്ർ ആവശ്യമാണ്. റൂഹിന്റെ അമൽ എന്താണെന്ന് അറിയണമെങ്കിൽ റൂഹിയായ ദിക്ർ കിട്ടണം. എങ്കിൽ മാത്രമേ റൂഹ് കൊണ്ട് എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടതെന്ന് അറിയുകയുള്ളൂ. സ്വാദിഖായ മുരീദായി കഴിഞ്ഞാൽ വമിൻ ശഅനിഹി അൻ യകൂന അമ്മാലം ബിറൂഹിഹി, റൂഹ് കൊണ്ട് പണിയെടുക്കുന്നവനായിരിക്കണം, അമൽ ചെയ്യുന്നവനായിരിക്കണം. ഔ ജസദിഹി, അതല്ലെങ്കിൽ റൂഹ് കൊണ്ട് ഒന്നുകിൽ അമൽ ചെയ്യുക. റൂഹ് കൊണ്ട് അമൽ ചെയ്യണമെങ്കിൽ റൂഹ് കൊണ്ട് ചെയ്യേണ്ട അമലിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് മശായിഖന്മാരിലേക്ക് പ്രാപിക്കുകയും അവരിൽ നിന്ന് റൂഹിയായ ദിക്റിനെ സ്വീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് റൂഹ് കൊണ്ട് എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടതെന്നറിയുകയുള്ളൂ. പൊതുവിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ജസദിയായി ശരീരം കൊണ്ടുള്ള അമലാണ്. ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ ജസദ് കൊണ്ടുള്ള അമലിലാണ് മുഴുകി നിൽക്കുന്നത്. ജസദ് കൊണ്ട് അമല് ചെയ്യുന്നതോടൊപ്പം റൂഹ് കൊണ്ടുള്ള അമല്, അതാണ് സ്വീകരിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ കബൂലാക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടാൻ കഴിയുന്ന, കബൂലാക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാക്കാൻ കഴിയുന്ന അമല് റൂഹ് കൊണ്ടുള്ള അമലാണ്. ആ റൂഹ് കൊണ്ടുള്ള അമലിൽ മുഴുകിയവനായിരിക്കും. ജസദ് കൊണ്ട് പിന്നെ പറയേണ്ടതില്ല. പക്ഷെ ഈ റൂഹ് കൊണ്ടുള്ള അമലിനെ കുറിച്ച് പഠിക്കുകയും അറിയുകയും അതിലായി മുഴുകി ജീവിക്കുകയും ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒരു സ്വാദിഖായ സത്യസന്ധനായ മുരീദാകുമ്പോൾ അവൻ അവന്റെ ശരീരം കൊണ്ട് മാത്രം അമല് ചെയ്യുന്നവനായിരിക്കുകയില്ല, അവന്റെ റൂഹ് കൊണ്ടും അമല് ചെയ്യുന്നവനായിരിക്കും. അലദ്ദവാം, നിരന്തരമായി. ലാ യഫ്തുറു അൻ ദാലിക, അതിൽ നിന്ന് മുറിയുകയില്ല, മടുപ്പുണ്ടാവുകയില്ല. ആ വിധം ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക്, ദിക്ർ കഴിഞ്ഞാൽ സ്വലാത്തിലേക്ക്, റൂഹിയായ ദിക്ർ കഴിഞ്ഞാൽ സ്വലാത്തിലേക്ക്, അല്ലെങ്കിൽ ഫാത്തിഹയിലേക്ക്, അങ്ങനെ തിരിച്ചും മറിച്ചും റൂഹും ജസദും അങ്ങനെ കഴിഞ്ഞുകൂടും. മിൻ ഷർത്തിൽ മുരീദ്, മുരീദിനെ ഈ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. സാദിഖായ മുരീദാകുമ്പോ അല്ലാ യഫ്തുറാനി ദിക്രി, ദിക്റിനോട് മടുപ്പുണ്ടാവാൻ പാടില്ല. ദിക്ർ മുറിഞ്ഞു പോകാതെ കൊണ്ട് നടക്കുന്നവനായിരിക്കും. ഹത്താ യുഖവ്വിയ, ദിക്റിനെ ശക്തിപ്പെടുത്തുന്നവൻ, ശക്തി കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ അവന് ശക്തനാകുന്നത് വരെ ദിക്ർ കൊണ്ട്.
വയഹ്സുല ലഹു മിൻഹു ഹാലുൻ, ആ ദിക്ർ മുഖാന്തരം അവന് ആത്മീയമായ ഒരു അവസ്ഥ സംജാതമാവണം. ഫതാറതൻ യഅഖുദു മിൻ ലിസാനിഹി വമിൻ ഖൽബിഹി, ചില ഘട്ടത്തിൽ നാവുകൊണ്ടുള്ള ദിക്ർ, ചില ഘട്ടത്തിൽ ഖൽബ് കൊണ്ടുള്ള ദിക്റും. വതാറതൻ യഅഖുദു ഖൽബുഹു മിൻ ലിസാനിഹി, നാവ് കൊണ്ട് ചെല്ലുന്ന ദിക്റിനെ ഖൽബിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട്. എങ്ങനെയായാലും നാവ് കൊണ്ട് ചെല്ലുന്ന ദിക്ർ അത് ഖൽബിലേക്ക് ബന്ധിച്ചെങ്കിൽ മാത്രമാണ് അത് സ്വീകരിക്കപ്പെടുക. എന്നാൽ ഖൽബിയായ ദിക്റാകുമ്പോൾ മറ്റൊന്നും നോക്കേണ്ടതില്ല, അത് നാവുമായി ബന്ധിച്ചോ ഇല്ലേ എന്ന് നോക്കേണ്ടതില്ല, അത് കബൂലാക്കപ്പെടും. മഹല്ലു നദുരില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്ന ഇടം അത് ഹൃദയമാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഖൽബിൽ ദിക്ർ കുടുങ്ങിക്കഴിഞ്ഞാൽ, ദിക്ർ ഖൽബിൽ ഏറ്റുകഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒന്നും ഭയപ്പെടേണ്ടതില്ല. നാവിൽ ദിക്ർ കുടുങ്ങിയാലോ, നാവിൽ ദിക്റുണ്ട് പക്ഷെ ഖൽബിലേക്ക് എത്തുന്നില്ലെങ്കിൽ അതിനായിട്ട് കൂടുതൽ ഇനിയും അധ്വാനിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, അന്ന അഫ്ളലത്ത്വാഅത്തി ലില്ലാഹിൽ ഉലാ, ഭൂമിയിൽ ചെയ്യുന്ന ആരാധനകളിൽ, ത്വാഅത്തുകളിൽ ഏറ്റവും വലുത് അത് ഖൽബ് കൊണ്ട് ചെയ്യുന്ന ദിക്റാണ് എന്നുള്ളത്. അങ്ങനെയാകുമ്പോ ആ മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയപ്പെടേണ്ടതില്ല. കാമിലായ കലിമത്ത് തൗഹീദിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടാൻ നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ഹക്കും ജാഹ് ബർക്കത്ത് കൊണ്ടും തിരുനോട്ടം കൊണ്ടും തൗഫീഖ് നൽകുമാറാവട്ടെ. ഖാദിരിയ ത്വരീഖത്തിന്റെ കാമിലായ ദിക്ർ, അത് റൂഹിയായ ദിക്ർ. നമ്മളിപ്പോൾ പറഞ്ഞു, മഹാനരായ ഷഅറാനി ഇമാം പറഞ്ഞ അമ്മാലം ബിറൂഹിഹി, റൂഹ് കൊണ്ട് അമൽ ചെയ്യുന്നവനാവണമെന്ന് പറഞ്ഞു. അപ്പോ അതൊരു പഠനമാണ്, അതൊരു പാഠമാണ്, അതൊരു അറിയേണ്ട വഴിയാണ്. അത് പൊതുവായി അറിയുന്ന വഴിയല്ല. അതിന് നമ്മൾ മശായിഖന്മാരെ സമീപിക്കണം. അപ്പോഴാണ് നമ്മൾ മുരീദാകുന്നത്. മുരീദാകുമ്പോൾ അതിൽ സത്യസന്ധനായ മുരീദാവാനാണ് പിന്നെ നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനാണ് നമ്മളൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും. ആദ്യം മഹാന്മാരുടെ ഹദറത്തിൽ വരികയും അവരിൽ നിന്ന് റൂഹിയായ ദിക്ർ കരസ്ഥമാക്കുകയും അത് മുഖേന അമ്മാലം ബിറൂഹിഹി, റൂഹ് കൊണ്ട് അമൽ ചെയ്യാന്നല്ല പറഞ്ഞത്, അമ്മാലൻ, വളരെ കൂടുതലായിട്ട് അമൽ ചെയ്യുക എന്നാണ്. വളരെ കൂടുതലായിട്ട് കുറച്ച് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അറിവും അത് നേടിയെടുക്കുകയും ചെയ്യണമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഖാദിരിയ ത്വരീഖത്തിന്റെ റൂഹിയായ ദിക്റിലേക്ക് എത്താൻ സാധിക്കാത്തവർക്ക് അത് നേടിയെടുത്തുകൊണ്ട് അവരുടെ ആഖിറം സലാമത്താക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ ദിക്ർ ലഭിച്ച ആളുകൾ അത് നിലനിർത്തി മരണം വരെ കൊണ്ടു നടക്കാനും അതിലായി നമ്മളെ ശൈഖ് തങ്ങൾ ഉപ്പാപ്പാന്റെ കദമിലായി നിലയുറപ്പിക്കാനും
നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.